നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് സ്പെഷ്യൽ മത്തനും ഉണക്കച്ചെമ്മീനും ഉപ്പേരി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഒരു പടത്തരം വലിപ്പമുള്ള മത്തൻ. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാനിപ്പം ഉപ്പേരി വെക്കുന്നത്. ഇത് മുറിക്കുക, ഇങ്ങനെ മുറിക്കുക, എന്നിട്ട് ഇങ്ങനെ മുറിക്കുക. ഇത്രയും ഭാഗമാണ് ഞാനിപ്പോൾ ഉപ്പേരി വെക്കുന്നത്. ഞാനിപ്പോൾ മത്തൻ്റെ തൊലി കളഞ്ഞ് ഉള്ളിലെ കുരുവെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിക്കണം. ഇത് മുറിക്കാൻ വേണ്ടി ഇങ്ങനെ മുറിക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ മത്തനാണ്. ഇവിടെ കിട്ടുന്ന മത്തനെല്ലാം ഒരു മഞ്ഞ കളറാണ്. ഇത്ര ടേസ്റ്റും ഉണ്ടാവില്ല. കുറച്ച് വലിയ കഷ്ണാക്കാം. ഇതിങ്ങനെ വേകുമ്പോൾ കുറച്ച് ഉടയും. മത്തൻ ഇപ്പോൾ ഇതുപോലെ ചതുര കഷ്ണങ്ങളായി മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ വേണ്ടി കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂർത്ത ഭാഗം കളയാൻ വേണ്ടി ചെറുതായി ഒന്ന് ഇങ്ങനെ കുനിക്കുക. ചെമ്മീൻ എല്ലാം കുനിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിക്കുള്ള ഈ പൊടിയെല്ലാം അങ്ങനെ അടിയിൽ ഉണ്ടാവും. ഇത് എടുത്ത് മാറ്റണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് കുതിർത്ത് വെക്കാം. ചെമ്മീൻ വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ. ഇത് കുറച്ചിട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കാം. ഇനി ഉപ്പേരി വെക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച മത്തനിടാം. ഇതിൻ്റെ കൂടെ ഉണക്ക ചെമ്മീനും കൂടി ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് തീ കത്തിക്കാം. മത്തൻ്റെ ഒരു പകുതി ലെവലിന് വെള്ളമൊഴിച്ചാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ മത്തനും ചെമ്മീനും വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയത്, 2 അല്ലി വെളുത്തുള്ളി, 4-5 കാന്താരിമുളക്. കാന്താരിമുളകിന് പകരം പച്ചമുളക് എടുക്കാം. ഇനി വെളുത്തുള്ളിയും കാന്താരിമുളകും ചതച്ചെടുക്കണം. വെളുത്തുള്ളിയും കാന്താരിമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഈ ഉപ്പേരിയിലേക്ക് ചേർക്കാം. തേങ്ങ ചതച്ചിട്ടില്ല. ഞങ്ങളെ കാസർഗോഡ് സ്റ്റൈൽ ഇങ്ങനെയാണ്. എല്ലാ ഉപ്പേരിക്കും ഇങ്ങനെ തന്നെ. തോരൻ്റെ കാസർഗോഡ് വേഷനാണ് ഉപ്പേരി എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്താൽ പിന്നെ വേവിക്കാനൊന്നും വെക്കണ്ട. ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം. കാസർഗോഡ് സ്റ്റൈൽ മത്തനും ഉണക്ക ചെമ്മീനും ഉപ്പേരി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇടുക. 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ഉപ്പേരിയിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കടുക് താളിച്ചതിൻ്റെ ഫ്ലേവർ ഇതിന് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് അതിനുശേഷം തുറന്നിട്ട് കഴിക്കാം. അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ കിട്ടുന്ന മത്തനെ കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കാം. മത്തനും ചെമ്മീനും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്